എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ നാരദ മഹർഷി ഭൂമിയിലെത്തി. ഭൂമിയിലെ കാഴ്ചകൾ കണ്ടു നടക്കുന്ന നാരദ മഹർഷി ഒരു ഗ്രാമവും സന്ദർശിക്കാനിടയായി. അവിടെ ഒരു വിഷസർപ്പം ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരെയും ഉപദ്രവിക്കുകയും വധിക്കുകയും കൊത്തുകയും ചെയ്യുന്ന ഒരു ക്രൂരമായ സർപ്പം. നാരദ മഹർഷി ആ ഗ്രാമത്തിലെത്തി അവരോട് ചോദിച്ചു, ആ സർപ്പം എവിടെയാണ് വസിക്കുന്നത്? എനിക്ക് അവനെ ഒന്ന് കാണണം. അപ്പോൾ ഗ്രാമവാസികൾ പറഞ്ഞു, വേണ്ട, അങ്ങ് അതിനെ കാണണ്ട, അത് ക്രൂരനായിട്ടുള്ളൊരു സർപ്പമാണ്, അത് അങ്ങയെ ദംശിക്കുമെന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, അത് സാരമില്ല, എനിക്ക് ആ സർപ്പത്തിനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാമവാസികൾ പറഞ്ഞു, ആ സർപ്പം ഒരു കാട്ടിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി ആ സർപ്പത്തെ കണ്ടു. ഭീകരനായ ഒരു സർപ്പം. കുട്ടികളെപ്പോലും ആ സർപ്പം വെറുതെ വിടാറില്ല, അവരെയും പിന്തുടർന്ന് ആക്രമിക്കും, അത്ര ക്രൂരൻ. അങ്ങനെ നാരദ മഹർഷി ആ സർപ്പത്തിൻ്റെ അടുത്ത് പോയി. സർപ്പം തൻ്റെ മാളത്തിൽ നിന്ന് പുറത്തു വന്നു. സർപ്പം നാരദ മഹർഷിയോട് ചോദിച്ചു, നിനക്കെന്താ ഇവിടെ കാര്യം? നാരദ മഹർഷി പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ ആ ക്രൂരനായ സർപ്പം പറഞ്ഞു, ഇവിടുന്ന് പൊയ്ക്കോണം, വേഗം തന്നെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ദംശിക്കും എന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഒരു കാരണവശാലും നിനക്കെന്നെ ദംശിക്കാൻ കഴിയില്ല. അപ്പോൾ സർപ്പം പറഞ്ഞു, എനിക്ക് നിന്നെ ദംശിക്കാൻ കഴിയില്ലെന്നോ? നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ എത്ര പേരെയെന്ന് അറിയോ കൊന്നിരിക്കുന്നത്? അപ്പോൾ സർപ്പത്തിനോട് നാരദ മഹർഷി പറഞ്ഞു, നീ എത്ര പേരെയോ കൊല്ലു, പക്ഷെ നിനക്ക് എന്നെ ദംശിക്കാൻ കഴിയില്ല. ഞാൻ നാരായണന്റെ സംരക്ഷണ വലയത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സർപ്പത്തിന് ദേഷ്യം വന്നു. നിനക്ക് ഇത്ര അഹങ്കാരമോ? എന്നോടാണോ നീ വെല്ലുവിളിക്കുന്നത്? അങ്ങനെ സർപ്പം തൻ്റെ സകല ശക്തിയും എടുത്ത് നാരദ മഹർഷിയെ ദംശിക്കാനായിട്ട് പത്തി വിടർത്തി. ദംശിക്കാൻ ഓരോ നിമിഷവും ദംശിക്കാൻ പോകുമ്പോഴും നാരദ മഹർഷി നാരായണ നാരായണ എന്ന് ജപിക്കും. അപ്പോൾ സർപ്പം പിന്തിരിയും, സർപ്പത്തിന് ദംശിക്കാൻ കഴിയില്ല. വീണ്ടും നാരദ മഹർഷിയെ ദംശിക്കാനായിട്ട് സകല ശക്തിയും എടുത്തു പോകുന്ന സർപ്പത്തിന് വീണ്ടും നാരദ മഹർഷിയുടെ നാരായണ ജപം കൊണ്ട് കഴിയില്ല. അവസാനം സർപ്പം തളർന്നുപോയി. സർപ്പം ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ കഴിയുന്നത്? എൻ്റെ വിഷത്തിൽ നിന്നും ആർക്കും ഇതുവരെയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, നിന്നെ എനിക്ക് ദംശിക്കാൻ കൂടെ കഴിയുന്നില്ല, താങ്കൾ ആരാണ് എന്ന് സർപ്പം വിനീതനായി ചോദിക്കും. അപ്പോൾ നാരദ മഹർഷി പറയും, ഞാൻ സാക്ഷാൽ നാരായണന്റെ പരമഭക്തനായ നാരദനാണ്. അപ്പോൾ സർപ്പം പറയും, അങ്ങ് എന്നെ തോൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ അഹങ്കാരം അങ്ങ് ശമിപ്പിച്ചിരിക്കുന്നു, എനിക്ക് അങ്ങയുടെ ശിഷ്യനാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് സർപ്പം പറഞ്ഞു. ഉറപ്പായും ഞാൻ നിന്നെ എൻ്റെ ശിഷ്യനാക്കാം എന്ന് നാരദ മഹർഷി പറഞ്ഞു. അതിനു മുന്നേ നീ നിന്റെ ക്രൂരതയെല്ലാം ഉപേക്ഷിക്കണം, നീ ഒരു നല്ലവനായി മാറണം, ആരെയും ആവശ്യമില്ലാതെ ഉപദ്രവിക്കരുതെന്നും നാരദ മഹർഷി സർപ്പത്തിനോട് പറഞ്ഞു. അങ്ങനെ നാരായണ മന്ത്രം സർപ്പത്തിന് ഉപദേശിച്ച് നാരദ മഹർഷി തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി. സർപ്പം എന്നും നാരായണ മന്ത്രം ജപിച്ച് തന്റെ മാളത്തിൽ തന്നെ ജീവിതം കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ വീണ്ടും നാരദ മഹർഷി തന്റെ പ്രിയ ശിഷ്യനെ കാണാൻ ഗ്രാമത്തിലെത്തി. അപ്പോഴ് വളരെ അവശനായി തന്റെ ഗുഹയിൽ കഴിയുന്ന സർപ്പത്തിനെയാണ് നാരദ മഹർഷി കണ്ടത്. നാരദ മഹർഷിക്ക് അത്ഭുതമായി. നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു. സർപ്പം പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് ഞാൻ ആരെയും ഉപദ്രവിക്കരുതെന്ന്. അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ച് പിന്നെ ഞാൻ ആരെയും എന്ത് ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമവാസികളും കുട്ടികളും എല്ലാവരും എന്നെ ദ്രോഹിക്കുകയാണ്, എന്നെ കമ്പിട്ട് കുത്തുകയാണ്, ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണ്, ഞാൻ തിരിച്ചവരെ ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ അവശതയിൽ എത്തിയതെന്നും സർപ്പം നാരദ മഹർഷിയോട് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് നിന്നെ ദ്രോഹിക്കാൻ വരുന്നവർക്ക് നേരെ കണ്ണടയ്ക്കണം എന്നല്ല, നീ അങ്ങോട്ട് ചെന്ന ആരെയും ദ്രോഹിക്കാതിരിക്കണം എന്നാണ്. നിനക്ക് ഭഗവാൻ വിഷം തന്നിരിക്കുന്നത് നിന്റെ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കാനാണ്, നിന്റെ ശത്രുക്കളെ ഭയപ്പെടുത്താനാണ് നിനക്ക് ഇങ്ങനൊരു രൂപം ഭഗവാൻ തന്നിരിക്കുന്നത്, അത് നീ മനസ്സിലാക്കുക. നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് സർപ്പം ഒരുപാട് ചിന്തിച്ചു. സത്യമാണങ്ങ് പറയുന്നത്, സത്യമാണ് അല്ലേ ആ വാക്കുകൾ? നമ്മൾ ആരെയും ദ്രോഹിക്കാൻ അങ്ങോട്ട് പോകാറില്ല, എന്നാൽ പോലും നമ്മളെ ഇങ്ങോട്ട് വന്ന് കടന്ന് ആക്രമിക്കുന്നവരെ അവർക്ക് നേരെ ഒരു പ്രതികരണം നമുക്ക് ആവശ്യമില്ലേ?
ഭഗവാൻ നമ്മൾക്ക് ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്, ഓരോ കുറവുകളും തന്നിട്ടുണ്ട്. എല്ലാം തികഞ്ഞ മനുഷ്യര് ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. ആരെയും കണ്ടെത്താനും കഴിയില്ല എല്ലാം തികഞ്ഞവരെ. പക്ഷേ ഒരു ഉപദ്രവത്തിനും ആരോടും പോവാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരെ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാലോ? ഭഗവാന്റെ ഭക്തരാണ്, ഭഗവാന്റെ നാമം ജപിക്കുന്നവരാണ്, അവരൊന്നും ചെയ്യില്ല, അവര് പാവങ്ങളാ എന്നുള്ള ഒരു ഹുങ്കിലാണ് അവർ നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കുന്നത്. അത് പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നമുക്ക് ഭഗവാൻ തന്ന നാവ് എന്ന ആയുധം കൊണ്ട്, കൈകൾ എന്ന ആയുധം കൊണ്ട് നമുക്കെതിരെ വരുന്നവരെ തടഞ്ഞു നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ആരും ആരുടെയും അടിമയല്ല. എല്ലാവരും ഭഗവാന് വേണ്ടപ്പെട്ടവരാണ്. ഭഗവാന് വേണ്ടപ്പെടാത്ത ഒരു സൃഷ്ടി ഇന്ന് വരയ്ക്കും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഭൂമിയോളം ക്ഷമിച്ചാലും ചവിട്ടി താഴ്ത്തുന്നവർക്ക് നേരെ പ്രതികരിക്കാനുള്ള ശക്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.